നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ഹൗസ് വൈഫ് ആയിട്ടുള്ള ആൾ എങ്ങനെ ഫാമിലി വെൽത്ത് ക്രിയേഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ഫാമിലി ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ എത്രമാത്രം ഇൻവോൾവ് ആവണം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതിനെപ്പറ്റി പറയുമ്പോൾ എന്നും എനിക്ക് എൻ്റെ തലയിൽ നിന്നിട്ടുള്ളൊരു കഥയുണ്ട്. എൻ്റെ ഒക്കെ ഫാമിലിയിലൊക്കെ നടക്കുന്ന മാതിരത്തെ ഒരു കഥയാണ്. അത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ എൻ്റെ വയസ്സിൽ പഠിച്ചിട്ടുള്ള മിക്കവരും ഇത് പഠിച്ചിട്ടുണ്ടാവും. മലയാള പാഠ്യത്തിൽ പഠിച്ചിട്ടുണ്ടാവും. ഒരു പാഠമായിരുന്നു നമുക്കുണ്ടായിരുന്ന. എന്താ പറയുക, ആ പാഠത്തിൻ്റെ പേര് മരുഭൂമിയിലെ നീരുറവ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ടൈറ്റിലുള്ള ഒരു പാഠമായിരുന്നു. അതിലത്തെ കഥ എന്ന് വെച്ചാൽ നമ്മുടെ മുഹമ്മദ് നബിയുടെ കഥയാണ്. മുഹമ്മദ് നബിയുടെ വൈഫ് ഒരു ആഗ്രഹം മുഹമ്മദ് നബിയുടെ അടുത്ത് പറയുകയാണ്. അവരുടെ നാട്ടിൽ ഈ ഈദിൻ്റെയൊക്കെ ടൈമിലുള്ള സെലിബ്രേഷൻ്റെ ടൈമിൽ അതിഥികളെയൊക്കെ വിളിച്ചിട്ട് ഒരു സദ്യ പോലെ കൊടുക്കണം എന്നൊരു ആഗ്രഹം പറയണം. അപ്പോൾ മുഹമ്മദ് നബി നോക്കുമ്പോൾ മുഹമ്മദ് നബിയുടെ കാര്യങ്ങളെന്ന് വെച്ചാൽ ജീവിത ചെലവുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് പലവരുടെയും സഹായത്തിൽ നിന്നാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു അധിക ചിലവ് വേണ്ടാന്ന് നബി പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭാര്യ കേൾക്കും, ഭാര്യ അനുസരിക്കും, അത് വേണ്ടാന്നൊരു തീരുമാനത്തിലെത്തും. പക്ഷേ ഭാര്യയ്ക്ക് പിന്നെയും ആഗ്രഹമുണ്ട്. കാരണം ഭാര്യയ്ക്ക് അറിയാം എത്രയാണ് അവരുടെ ചിലവ് എന്നൊക്കെയുള്ള. അതിൽ നിന്ന് വളരെ പിടിച്ചാണ് അവർ ജീവിച്ചിരുന്നത്. അതിൽ നിന്നും അവർ കുറച്ചും കൂടി സമ്പാദിച്ചിട്ട് അവർ കുറച്ച് കാശ് സ്വരൂപിക്കും. എന്നിട്ട് നബിനോട് പിന്നെയും പോയി പറയും, ഞാൻ ഈ നമ്മുടെ കറണ്ട് എക്സ്പെൻസിൽ നിന്ന് തന്നെ കുറച്ചും കൂടി ഞാൻ കുറച്ചിട്ട് ഇത്രയും തുക ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനൊരു പാർട്ടി നടത്തിയാലോ, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സദ്യ നമ്മുടെ അതിഥികൾക്ക് നടത്തിയാലോ എന്ന് നബിനോട് ചെന്ന് ചോദിക്കണം. അപ്പോൾ നബി നോക്കുമ്പോൾ അല്ലെങ്കിലേ മരുഭൂമിയാണ്, അതിൽ നിന്നൊരു നീരുറവ ഉണ്ടാക്കിയ ഭാര്യനെ പ്രശംസിക്കുകയും, പക്ഷേ അതോടൊപ്പം പറയുന്നത് ഇതും നമുക്ക് അങ്ങനെ ഒരു അധിക ചിലവിന് എടുക്കേണ്ട, ഇത് നമ്മുടെ വീട്ടിൻ്റെ നെസസിറ്റി എക്സ്പെൻസിന് എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് പാഠം അവസാനിക്കുന്നത്. ഇതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്, അതിന് എന്നോട് ക്ഷമിക്കുക. പക്ഷേ ഇതിലത്തെ മെസ്സേജ് ഇത്രയേ ഉള്ളൂ, നമുക്ക് ഏതൊരു രീതിയിലുള്ള ഒരു എക്സ്പെൻസ് ആണെങ്കിലും അതിൽ നിന്നും ഒന്നും കൂടി എക്സ്പെൻസ് കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഈ പാഠത്തിൽ നിന്ന് ഒരു ഗുണപാഠമായിട്ട് എടുക്കാൻ പറ്റും. ഇത് തന്നെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നതിൻ്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ. ഇന്ന് സംസാരിക്കാൻ പോകുന്നതിൽ ഒരു 4-5 കാര്യങ്ങളാണ് ഞാൻ ഒരു സജഷനായിട്ട് എല്ലാ ഹൗസ് വൈഫിനും പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയുടെ എക്സ്പെൻസും ഇൻകവും കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. ഇതിൽ എത്ര ഭാര്യമാർക്ക് ഹസ്ബൻഡിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലിയുടെ ഇൻകം എത്രയാണെന്ന് കറക്റ്റായിട്ട് അറിയുന്നവരുണ്ട്. അല്ലെങ്കിൽ എത്ര ഹസ്ബൻഡ്സ് ഭാര്യമാരോട് കറക്റ്റായിട്ട് പറഞ്ഞിട്ട് എത്രയാണ് നമുക്ക് വരുന്ന ഇൻകം എന്നുള്ളത്, അത് ക്ലിയറായിട്ട് വൈഫ്സ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ എത്രയാണ് ഫാമിലിയുടെ എക്സ്പെൻസ് എന്നുള്ളത്, എക്സ്പെൻസിൻ്റെ ഒരു കടിഞ്ഞാൻ ശരിക്കും പറഞ്ഞാൽ വൈഫിൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് പ്രധാനമായിട്ട് ഉണ്ടാവുക. നോ യുവർ ഫാമിലി ഇൻകം ആൻഡ് എക്സ്പെൻസസ്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എത്രയാണ് ഉള്ളതെന്നുള്ളത്, അതേമാതിരി ലയബിലിറ്റീസ് എത്രയാണ് ഉള്ളത്, പ്രധാനമായിട്ട് ഇൻഷുറൻസ് എന്താണുള്ളത്, അതിൻ്റെയൊക്കെ ഡോക്യുമെൻറ്റേഷൻ എന്താണെന്നുള്ളത് ക്ലിയറായിട്ട് വൈഫ് അറിഞ്ഞിരിക്കണം. ഇനി ഹസ്ബൻഡ്സ് അത് ക്ലിയറായിട്ട് പറഞ്ഞു കൊടുക്കാനും തയ്യാറാവണം. ഇനി അതേമാതിരി തന്നെ ഇപ്പോൾ ഒട്ടുമിക്ക ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ഇൻഷുറൻസിൻ്റെയൊക്കെ ഡോക്യുമെൻ്റ് വരുന്നത് ഇമെയിൽ ഐ ഡിയിലും ഫോൺ നമ്പറിലൊക്കെ ആയിരിക്കും. അത് ഹസ്ബൻഡിൻ്റെ നമ്പറിലായിരിക്കും. ഇനി ഇതിൻ്റെ പാസ്വേഡും കാര്യങ്ങളും ഹസ്ബൻഡിൽ മാത്രമായിരിക്കും. ആ പാസ്വേഡും കാര്യങ്ങൾ വൈഫ് അറിഞ്ഞിരിക്കാൻ വേണം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡോക്യുമെൻറ്റ് എങ്ങനെയാണ്, എവിടെയാണ്, ഏതൊക്കെ സ്ഥലത്താണെന്നുള്ളത് ക്ലിയറായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഇൻഷുറൻസിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇൻഷുറൻസ് ഒരു ഹസ്ബൻഡ് എടുക്കുന്നതിൻ്റെ മെയിൻ കാര്യം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അപായത്തിൽ വൈഫിനും കുട്ടികൾക്കും മാന്യമായിട്ടുള്ള ജീവിതം അങ്ങോട്ട് മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹത്തിലാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് വൈഫിന് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യമുണ്ട് നമ്മൾ ഈ ചെയ്യുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം. ഇനി ഫാമിലി എക്സ്പെൻസ് ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് മാനേജ് ചെയ്യേണ്ടത് വൈഫായിരിക്കണം. ഇപ്പോൾ എല്ലാ ഫാമിലി നെസസിറ്റി എക്സ്പെൻസ് എത്രയെന്നുള്ളത് വൈഫ് ക്ലിയറായിട്ട് അറിഞ്ഞിരിക്കാൻ വേണം. പറ്റുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കണം എത്രയാണ് ചിലവ്. അതേമാതിരി ഓരോ എക്സ്പെൻസും ചെയ്യണതും വൈഫിൻ്റേതായിരിക്കണം. ഹസ്ബൻഡിൻ്റേത് മാസം തുടങ്ങുമ്പോൾ എത്രയാണോ ബഡ്ജറ്റ്, ഫാമിലി ബഡ്ജറ്റ് ഉള്ളത്, അത് വൈഫ് വാങ്ങി വയ്ക്കുക. എന്നിട്ട് ആ തുക മര്യാദയ്ക്ക് വൈഫിൻ്റെ അക്കൗണ്ടിൽ തന്നെ വയ്ക്കുക. എന്നിട്ട് അതിൽ നിന്ന് വേണം ചിലവാക്കാനായിട്ട്. ഇപ്പോൾ നെസസിറ്റി എക്സ്പെൻസ് ആയിട്ടുള്ള വീട്ടിൽ സാധനങ്ങൾ, ഗ്രോസറി വാങ്ങുന്നത് എല്ലാവരും വൈഫിൻ്റെ കയ്യിൽ നിന്നായിരിക്കണം അത് വാങ്ങേണ്ടത്. അതേമാതിരി വൈഫ് മനസ്സിലാക്കണം ഇതിൽ എന്തൊക്കെയാണ് നെസസിറ്റി ആയിട്ടുള്ള ഐറ്റംസ്, അതേമാതിരി എന്തൊക്കെയാണ് വളരെ ഗുഡ് ടു ഹാവ് ഐറ്റംസ്, എന്തൊക്കെയാണ് നൈസ് ടു ഹാവ് ഐറ്റംസ്. ഇതെല്ലാവരും അനുസരിച്ച് വേണം വൈഫ് വാങ്ങാനായിട്ട്. അതേമാതിരി വീട് ഉപയോഗ സാധനങ്ങൾക്കുള്ള ഓരോ സാധനങ്ങൾ വാങ്ങേണ്ടതും അത് വൈഫിൻ്റെ ഡിസിഷൻ ആയിരിക്കണം. അപ്പോൾ ഫാമിലിയുടെ കംപ്ലീറ്റ് ബഡ്ജറ്റ് മാനേജ് ചെയ്യേണ്ടത്
വൈഫായിരിക്കണം. അത് മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഹസ്ബൻഡിൻ്റെ എത്രയാണോ ബഡ്ജറ്റ് അത് വാങ്ങുക, എന്നിട്ട് അതനുസരിച്ചിട്ട് ഫാമിലിയെ കൊണ്ടുപോകുക എന്നുള്ളതായിരിക്കണം ഒരു വൈഫിൻ്റെ ഒരു ചുമതല. ആ ഒരു ഉത്തരവാദിത്തം ഹൗസ് വൈഫ് ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക ഫാമിലിയിലത്തെ പ്രോബ്ലംസും തീരുകയും ചെയ്യും. വൈഫിനോട് ഹസ്ബൻഡിനും ഫാമിലി മെമ്പേഴ്സിനും ഒത്തിരി റെസ്പെക്റ്റ് വരാനും ഉള്ള ഒരു ചാൻസ് ഉണ്ട്. ചാൻസ് അല്ല, ഉറപ്പായിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമ്മൾ നാലാമത്തെ പോയിൻ്റായിട്ട് പറയണമെന്ന് വെച്ചാൽ, ഇവരുടെ ഈ മാസം ബിഗിനിങ്ങിൽ നമുക്ക് കിട്ടുന്നൊരു ബഡ്ജറ്റ് ഉണ്ടല്ലോ, ആ തുകയിൽ നിന്ന് കുറച്ച് സേവ് ചെയ്യാനായിട്ട് വൈഫുമാർ പഠിക്കണം. എങ്ങനെയാണ് ബഡ്ജറ്റ്, അത് എങ്ങനെ കുറച്ചും കൂടി ഷ്രിങ്ക് ചെയ്ത് അതിൽ നിന്ന് കുറച്ച് സർപ്ലസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വൈഫിൻ്റെ കഴിവയ്ക്കണം. അതിൽ നിന്ന് സേവ് ചെയ്തിട്ട് ഇവർ അവരുടെ പേരിൽ തന്നെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഏർപ്പെടണം. വേറൊന്നും വേണ്ട, പോസ്റ്റ് ഓഫീസിലത്തെ റിക്കറിങ് ഡെപ്പോസിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം മതി. അങ്ങനെയാണെങ്കിലും ഒരു മന്ത്ലി ഒരു നിശ്ചിത തുക, ഒരു 500 രൂപ വെച്ച് മാറ്റി വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഒരു 10-20 കൊല്ലത്തിൽ നല്ലൊരു രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹൗസ് വൈഫിന് പറ്റും. അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹൗസ് വൈഫിൻ്റെ പേരിൽ തന്നെ ഇരിക്കണം അത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അല്ലാണ്ട് അത് ഹസ്ബൻഡിന് കൊടുക്കില്ല. ഇനി അതുമല്ല, ഈ ബഡ്ജറ്റ് നമുക്ക് തരേണ്ട ടൈമിൽ ഒരു കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ ഹസ്ബൻഡ്സിന് എല്ലാ മാസവും തുടങ്ങുന്ന ഫസ്റ്റ് ഡേയിൽ ഒരു ഐശ്വര്യം എന്നുള്ള രീതിയിൽ എനിക്കുമ്പോൾ തന്നെ, അല്ലാതെ ഓഫീസിൽ പോണേക്കാളും മുന്നേ ഒരു 100 രൂപ 500 രൂപ എടുത്തിട്ട് കൊടുക്കുക, ഒരു എന്താ പറയുക, വിഷുവിനൊക്കെ കൈനീട്ടം കൊടുക്കുന്ന മാതിരി. അങ്ങനെയൊക്കെ തന്നെ ഹസ്ബൻഡിൻ്റെ ഒരു നല്ലൊരു മന്ത് ബിഗിനിങ് നല്ലൊരു ശുഭാപ്തി വിശ്വാസത്തോടെ തുടങ്ങാനായിട്ട് അവർക്ക് സാധിക്കും. ഇതെൻ്റെ ഫാദറിന് ചെയ്തിരുന്ന കാര്യമാണ്. എല്ലാ ബിഗിനിങ് ഓഫ് ദ മന്തിലും ഫസ്റ്റ് ഡേയിൽ അമ്മ ഒരു 100 രൂപ വെച്ചിട്ട് അച്ഛനിങ്ങനെ കൊടുക്കുമായിരുന്നു, ഒരു കൈനീട്ടം പോലെ. അപ്പോൾ അച്ഛനൊരു പോസിറ്റീവാണ് ഒരു തുടക്കത്തിന്. അതൊരു നല്ലൊരു പ്രാക്ടീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇനി അഞ്ചാമത്തെ ലാസ്റ്റായിട്ട് പറഞ്ഞു വെച്ചാൽ, ആദ്യം തന്നെ വൈഫുമാർ ചിന്തിക്കുക, ഹൗസ് വൈഫാണെന്നുണ്ടെങ്കിൽ ചിന്തിക്കുക, എനിക്ക് എങ്ങനെ എൻ്റെ ഫാമിലിയുടെ ഇൻകം സ്ട്രീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒട്ടുമിക്ക എസ്പെഷ്യലി ഗൾഫിലൊക്കെ ഉള്ളവർ, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടേക്കുള്ളവർ, എത്രയോ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വൈഫുമാർ വീട്ടിൽ ഹൗസ് വൈഫായിട്ടിരിക്കുന്നുണ്ട്. അവർക്ക് ഒത്തിരി കഴിവുകളുണ്ട്, ഒത്തിരി സ്കില്ലുകളുണ്ട്, ഒത്തിരി ഹോബീസ് ഉണ്ട്. ആ ഹോബിനെയൊക്കെ അവർക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. അത് ഏത് വിധത്തിലാണെന്ന് ചിന്തിക്കുക. ഒത്തിരി ഓൺലൈനായിട്ട് ചെയ്യാവുന്ന ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് ഹൗസ് വൈഫിന് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഹൗസ് വൈഫായി കഴിഞ്ഞാൽ ഒരു കുട്ടിയുണ്ടായി ഒരു 3 വയസ്സ് 4 വയസ്സ് കഴിഞ്ഞാൽ അവരെ നഴ്സറിയിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, സ്കൂളിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, കാലത്ത് 10 മണി തുടങ്ങിയിട്ട് 2 മണി അല്ലെങ്കിൽ 3 മണി വരെ ഇവർ ഫ്രീ ആണ്. ആ ടൈമിൽ വെറുതെ ഞാൻ വെറുതെ വീട്ടിലിരിക്കുന്നതെന്ന് പറയുന്നില്ല. ആ ടൈമിൽ ഏതെങ്കിലും വിധത്തിൽ ഇങ്ങനത്തെ ജോലിയിൽ ഏർപ്പെടാൻ പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് മെൻ്റലി ഫ്രീ ആണ്. അതോടൊപ്പം തന്നെ ഒരു എൻഗേജ്മെൻ്റ് ആവുകയും ചെയ്യും. ഇപ്പോൾ ട്യൂഷൻ എടുത്തു കൊടുക്കാൻ പറ്റും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ബ്ലോഗ് എഴുതാൻ പറ്റും. ഞാൻ ഒത്തിരി യൂട്യൂബിൽ കുക്കിംഗ് ചാനൽ നടത്തുന്ന സ്ത്രീകളെ കാണാം. എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ് അവരോട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ലേഡീസിന് ചെയ്യാൻ പറ്റും. ഒരു ഫാമിലിയുടെ ഇൻകം ജനറേഷൻ ഏരിയയിൽ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇനി അടുത്ത് ഒരു വീഡിയോ ചെയ്യാൻ ഹൗസ് വൈഫിന് എങ്ങനെ ഇൻകം ജനറേഷൻ ഓൺലൈനിൽ കൂടെ ചെയ്യാൻ പറ്റും, വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. അത് അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഹൗസ് വൈഫിന് ഫാമിലിയുടെ വെൽത്ത് ക്രിയേഷൻ, ഫാമിലി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന 5 പോയിൻറ്റുകൾ പറയുന്നത്. ഇനി ജോലിയുള്ള ഹൗസ് വൈഫിനെ ഞാൻ കാണുന്നത് എപ്പോഴും ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സാധാരണ ആൾക്കാരെ പോലെ തന്നെ. അവർക്ക് വേണ്ടി ഞാൻ വീഡിയോ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്, എങ്ങനെ സാലറിയിൽ നിന്ന് ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ആ സെയിം വീഡിയോ വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഇതാണ് ഹൗസ് വൈഫിന് ഉള്ള സജഷൻസ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ. ഇതിനെപ്പറ്റി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക് ഇൻ ദ കമൻറ്റ് ബോക്സ്, അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കാം. ഇനി എന്തെങ്കിലും രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ലേഡീസിനുണ്ടെങ്കിൽ പ്ലീസ് കോൾ. We are happy to help. Thank you so much.